ഇന്നിവിടെ പറയുന്നത് ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മലയാളം പാർട്ടാണ്. ഇത് മലയാളത്തിലെ ഫസ്റ്റ് പാർട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇത് 50 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. എന്താണ് പങ്കാളിത്ത പെൻഷൻ? ജീവനക്കാരുടെ വിഹിതവും തത്തുല്യമായ സൊസൈറ്റി വിഹിതവും സൊസൈറ്റി ഉറപ്പു നൽകുന്ന വിഹിതം ചേർത്ത് രൂപീകരിക്കുന്ന ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകുന്ന രീതിയാണ് പങ്കാളിത്ത പെൻഷൻ. പങ്കാളിത്ത പെൻഷൻ എന്നാൽ എന്താണെന്നാണ് ജീവനക്കാരുടെ വിഹിതവും തത്തുല്യമായ സൊസൈറ്റി വിഹിതവും ചേർത്ത് രൂപീകരിക്കുന്ന ഫണ്ടിൽ നിന്ന് പെൻഷൻ നൽകുന്ന രീതിയാണ് പങ്കാളിത്ത പെൻഷൻ. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ. ഡെയിലി കളക്ഷൻ നൽകുവാനുള്ള ഘട്ടങ്ങൾ ഏത്? അതിൽ ഒന്നാം ഘട്ടം കളക്ഷൻ ഏജന്റ് ഡി&എ ഏരിയയിൽ ലോണിന് ആവശ്യപ്പെട്ട ആളിന്റെ അപേക്ഷാ ഫോമും ഫോട്ടോയും ആധാർ കാർഡും കടയുടെ ലൈസൻസും ഇത്രയും റെക്കോർഡുകൾ ഗ്യാരണ്ടിയറുടേതും മാനേജറെ സമീപിക്കുക. രണ്ടാം ഘട്ടത്തിൽ മാനേജരോ മാനേജർ ചുമതലപ്പെടുത്തുന്ന ആളോ ഷോപ്പ് സന്ദർശിച്ച് വായ്പ നൽകാവുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. മൂന്നാം ഘട്ടത്തിൽ അനുവദിക്കുന്ന വായ്പ കളക്ഷൻ ഏജന്റിനെ അറിയിക്കുകയും ഡി&എ കടയിൽ സൊസൈറ്റിയുടെ ഒരു സമ്പാദ്യ കോയിൻ ബോക്സ് വയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത നാലാം ഘട്ടം എന്ന് പറയുന്നത് വായ്പ നൽകുന്നതിന് മുമ്പ് ഡി&എ പേരിൽ സൊസൈറ്റിയിൽ ഒരു സേവിംഗ് അക്കൗണ്ട് തുടങ്ങുക. ഈ അക്കൗണ്ടിലൂടെയാണ് അനുവദിച്ച വായ്പ ക്രെഡിറ്റ് ചെയ്യുന്നത്. വായ്പ ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പും അപേക്ഷകന്റെയും ഗ്യാരണ്ടിയറുടെയും പേരിലുള്ള 200 രൂപയുടെ മുദ്രപത്രവും വായ്പ വാങ്ങുന്ന തുക എഴുതി ആ ചെക്കും വാങ്ങി സൂക്ഷിക്കുക. വായ്പ നൽകിയതിന് ശേഷം കൃത്യമായി നൽകിയതിന് ശേഷം തിരിച്ചടവ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. എന്തെല്ലാമാണ് ഒരു ഡെയിലി കളക്ഷൻ നൽകുവാനുള്ള ഘട്ടങ്ങൾ? ആദ്യത്തെ ഘട്ടത്തിൽ കളക്ഷൻ ഏജന്റ് ആ ഏരിയയിൽ ലോണിന് ആവശ്യപ്പെട്ട ആളിന്റെ അപേക്ഷാ ഫോമും ഫോട്ടോയും ആധാർ കാർഡും കടയുടെ ലൈസൻസും ഇത്രയും നിന്ന് മാനേജരെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാമാണ്? ഒന്നാം ഘട്ടത്തിൽ കളക്ഷൻ ഏജന്റ് ലോൺ ആവശ്യപ്പെട്ട ആളിന്റെ അപേക്ഷാ ഫോമും ഫോട്ടോയും ആധാർ കാർഡും കടയുടെ ലൈസൻസും മാനേജരെ ഏൽപ്പിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ മാനേജരോ മാനേജർ ചുമതലപ്പെടുത്തുന്ന ആളോ ഷോപ്പ് സന്ദർശിച്ച് വായ്പ നൽകാവുന്നതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അടുത്ത മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അനുവദിക്കുന്ന വായ്പ കളക്ഷൻ ഏജന്റിനെ അറിയിക്കുകയും ഡി&എ കടയിൽ സൊസൈറ്റി ഒരു സമ്പാദ്യ കോയിൻ ബോക്സ് വയ്ക്കുകയും ചെയ്യുന്നു. എത്ര രൂപയാണ് കൊടുക്കുന്നത്, വായ്പ കൊടുക്കുന്നതെന്ന് കളക്ഷൻ ഏജന്റിനെ അറിയിക്കുന്നു. കളക്ഷൻ ഏജന്റ് ആ കടയിൽ സൊസൈറ്റിയുടെ ഒരു സമ്പാദ്യ കോയിൻ ബോക്സ് വയ്ക്കുകയും ചെയ്യുന്നു. നാലാം ഘട്ടത്തിൽ വായ്പ നൽകുന്നതിന് മുമ്പ് ഡി&എ പേരിൽ സൊസൈറ്റി ഒരു സേവിംഗ് അക്കൗണ്ട് തുടങ്ങണം. ഈ അക്കൗണ്ടിലൂടെയാണ് അനുവദിച്ച വായ്പ ക്രെഡിറ്റ് ചെയ്യുന്നത്. വായ്പ ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പും അപേക്ഷകന്റെ ഗ്യാരണ്ടിയറുടെയും പേരിലുള്ള 200 രൂപയുടെ മുദ്രപത്രവും വായ്പ നൽകുന്ന തുക എഴുതിയ ചെക്കും വാങ്ങി സൂക്ഷിക്കുക. വായ്പ നൽകിയതിനു ശേഷം തിരിച്ചടവ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് ഡെയിലി കളക്ഷന് നൽകുവാനുള്ള ഘട്ടങ്ങൾ. അടുത്തത് 53ാമത്തെ ക്വസ്റ്റ്യൻ. സൊസൈറ്റിക്ക് എത്ര തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്? ഓരോന്നിന്റെയും വ്യവസ്ഥ. ആദ്യത്തെ എ കാറ്റഗറിയാണ്. ബ്രാഞ്ച് ബി കാറ്റഗറിയിലായിരുന്നപ്പോൾ ചെയ്ത ബിസിനസ്സും ചേർത്ത് 15 കോടിയിൽ കൂടുതൽ വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റും 13 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പയും നൽകുന്ന ബ്രാഞ്ചാണ് എ കാറ്റഗറിയിൽ വരുന്നത്. എ കാറ്റഗറിയിൽ ഏതാണ് വരുന്നത്? 15 കോടിയിൽ കൂടുതൽ വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റും 13 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പയും നൽകുന്ന ബ്രാഞ്ചാണ് എ കാറ്റഗറിയിൽ വരുന്നത്. അടുത്ത ബി കാറ്റഗറിയിൽ വരുന്ന ബ്രാഞ്ചുകൾ എങ്ങനെയാണ്? ബ്രാഞ്ച് സി കാറ്റഗറിയിൽ ചെയ്യുന്ന ബിസിനസ്സും ചേർത്ത് 10 കോടി രൂപ ഡെപ്പോസിറ്റും 8 കോടി രൂപ വായ്പയും നൽകുന്ന ബ്രാഞ്ചാണ് ബി കാറ്റഗറിയിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത സി കാറ്റഗറി ആണെങ്കിൽ ബ്രാഞ്ച് ഡി കാറ്റഗറിയിലായിരുന്നപ്പോൾ ചെയ്ത ബിസിനസ്സും ചേർത്ത് 5 കോടി രൂപ ഡെപ്പോസിറ്റും 4 കോടി രൂപ വായ്പയും നൽകുമ്പോഴാണ് സി കാറ്റഗറി ബ്രാഞ്ച് ആവുന്നത്. അടുത്ത ഡി കാറ്റഗറി ആകുമ്പോൾ എന്താ? സാധാ ബ്രാഞ്ചിന് നിർദ്ദേശിച്ചുള്ള ടാർഗറ്റ് തികയ്ക്കുമ്പോഴാണ് ബ്രാഞ്ച് ഡി കാറ്റഗറി ആവുന്നത്. സാധാരണ കാറ്റഗറിയിലായിരുന്നപ്പോൾ ചെയ്ത ബിസിനസ്സിനും ചേർത്ത് 1 കോടി രൂപ ഡെപ്പോസിറ്റും 80 ലക്ഷം രൂപയുടെ വായ്പയും നൽകുമ്പോഴാണ് ബ്രാഞ്ച് ഡി കാറ്റഗറിയിൽ നിന്ന് സി കാറ്റഗറിയിലേക്ക് മാറുന്നത്.
എളുപ്പത്തിൽ നമുക്ക് നോക്കാം. എ കാറ്റഗറിയിൽ എന്താണ്? 15 കോടി രൂപ ഡെപ്പോസിറ്റ്, 13 കോടി രൂപ വായ്പ. അടുത്ത ബി കാറ്റഗറിയിലാണെങ്കിൽ എന്താ? 10 കോടി രൂപ ഡെപ്പോസിറ്റ്, 8 കോടി രൂപയുടെ വായ്പ. അടുത്ത സി കാറ്റഗറി ആണെങ്കിൽ 5 കോടി രൂപയുടെ ഡെപ്പോസിറ്റ്, 4 കോടി രൂപയുടെ വായ്പ. ഡി കാറ്റഗറി ആണെങ്കിൽ 1 കോടി രൂപയുടെ ഡെപ്പോസിറ്റും 80 ലക്ഷം രൂപയുടെയും വായ്പ. അപ്പം മനസ്സിലായല്ലോ. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. കുടുംബിനി വായ്പയിൽ എത്ര പേരുണ്ടാകും? 3 പേരാണ്. കുടുംബിനി വായ്പയിൽ 3 പേർ ചേർന്നാണ് ഒരു കുടുംബിനി വായ്പയിൽ ഉള്ളത്. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട്? ഓരോ ജീവനക്കാരൻ്റെയും ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും പിടിച്ച് നിക്ഷേപിക്കുന്ന ഫണ്ടാണ് സൊസൈറ്റി PF. ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും പിടിച്ച് നിക്ഷേപിക്കുന്ന ഫണ്ടിനെയാണ് സൊസൈറ്റി PF എന്ന് പറയുന്നത്. അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യൻ. ജീവനക്കാരുടെ 3 തരത്തിലുള്ള നിയമനങ്ങൾ ഏതൊക്കെ? ആയതിൻ്റെ കാലാവധി എത്ര രീതിയിൽ? ആദ്യത്തത് ട്രെയിനിങ് ആണ്. പരമാവധി 5 മാസമാണ്. ട്രെയിനിങ് പൂർത്തിയാക്കിയ താൽക്കാലിക നിയമന ഉത്തരവ് മെമ്മോ നൽകും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെമ്മോയുടെ കാലാവധി ബൈലോ പ്രകാരം പൂർത്തിയാക്കുന്നവർക്ക് 12 മാസത്തേക്ക് പോസ്റ്റിംഗ് ഓർഡർ നൽകും. മൂന്നാമത്തത് സ്ഥിര നിയമനം 13 മുതൽ 20 മാസം നൽകും. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഹെൽത്ത് കാർഡ്? ബൈസ്റ്റാൻഡേഴ്സ് ആവശ്യപ്പെടുന്ന ആശുപത്രി ചിലവുകൾക്കുള്ള കവറേജ് ഉള്ള കാർഡാണ് ഈ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. അടുത്ത് 58ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഗസ്റ്റ് പാർട്ണർ? ബ്രാഞ്ചിന്റെ പ്രവർത്തന മൂലധനമായി കെട്ടിട അഡ്വാൻസ് 2 to 5 ലക്ഷം രൂപ, ക്യാബിൻ, കമ്പ്യൂട്ടർ, പ്രിന്റർ, ഫോട്ടോസ്റ്റാറ്റ്, ക്യാമറ, നെറ്റ്വർക്ക്, ടേബിൾസ്, ചെയേഴ്സ്, സോഫ്റ്റ്വെയർ, ഫർണിഷിംഗ്, പബ്ലിസിറ്റി, അതർ എക്സ്പെൻസസിനായി 20 മുതൽ 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റിനായി മുതൽ മുടക്കാൻ കഴിവുള്ളവരെയാണ് ബ്രാഞ്ച് ഗസ്റ്റ് പാർട്ണർമാരായി വരുന്നത്. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് പ്രോപ്പർട്ടി സാധ്യതാ പദ്ധതി? ഒരാളുടെ പേരിൽ എല്ലാ റെക്കോർഡുകളും ഉള്ള ഒരു വസ്തു ആണെങ്കിൽ ആയതിന് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ആ തുകയുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുക്കുന്ന ടേബിളിൽ പറഞ്ഞിട്ടുള്ള തുക മാസവരുമാനമായി നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള വസ്തു 3 മുതൽ 50 മാസത്തിലെങ്കിലും കാലാവധിക്ക് സെൽഫ് ലോക്കറിൽ വയ്ക്കണം. ഈ കാലാവധിക്ക് മുമ്പ് തിരികെ ആവശ്യപ്പെട്ടാൽ കൈപ്പറ്റിയിട്ടുള്ള പലിശ തുകയിൽ 50% തിരികെ നൽകിയാൽ മാത്രമേ ഇത് ക്ലോസ് ചെയ്യാൻ കഴിയൂ. പലിശ അതാത് മാസം കൈപ്പറ്റാവുന്നതാണ്. ഈ കാലാവധിക്കുള്ളിൽ അംഗം മരണപ്പെട്ടാൽ കൈപ്പറ്റിയ തുക തിരികെ നൽകാതെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും വസ്തു തിരികെ എടുക്കാവുന്നതുമാണ്. അല്ലാത്ത പക്ഷം ഈ പെൻഷൻ പദ്ധതി നോമിനിക്ക് തുടരാവുന്നതാണ്. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശയ്ക്കൊപ്പം നൽകുന്ന ലാഭവിഹിതത്തിന് എന്ത് പേരാണ് പറയുന്നത്? ഉത്തരം ഇൻസെന്റീവ്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ജീവനക്കാരന് അനുവദിച്ചിട്ടുള്ള ലീവ് എത്ര? ആൻസർ ഞായർ, 2ാം ശനി, 4ാം ശനി കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും 2 ദിവസമാണ് അനുവദനീയമായ ലീവ് നൽകുന്നത്. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് കിയോസ്കുകൾ? ആൻസർ ഓരോ ബ്രാഞ്ചിന്റെയും കാറ്റഗറി മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ബ്രാഞ്ച് സബ് സെന്ററുകൾ വളരെ പ്രാധാന്യമുണ്ട്. ഒരു ലീഡ് ബ്രാഞ്ച് എന്നാൽ ഒരു നിയോജക മണ്ഡലമാണ്. ആ ബ്രാഞ്ചിന്റെ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ ബ്രാഞ്ചിന് ആരംഭിക്കാവുന്ന ഒരു കളക്ഷൻ പോയിന്റ് ആണ് കിയോസ്കുകൾ. ഒരു ബ്രാഞ്ചിന്റെ ഒരു കളക്ഷൻ ഓരോ ബ്രാഞ്ചിന്റെയും പരിധി എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലമാണ്. ആ നിയോജക മണ്ഡലത്തിൽ പരിധിയിൽ ഒരു ബ്രാഞ്ചിന് ആരംഭിക്കാവുന്ന ഒരു കളക്ഷൻ പോയിന്റാണ് കിയോസ്കുകൾ എന്ന് പറയുന്നത്. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ശമ്പള സ്കെയിൽ? ഓരോ സമയങ്ങളിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പള പരിഷ്കരണം വഴി വേതനത്തിൽ വർധനവ് നടത്തുമ്പോൾ ആയതിനു വേണ്ടി തയ്യാറാക്കുന്ന ചാർട്ടാണ് ശമ്പള സ്കെയിൽ. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ. അനുവദനീയമായ ലീവ് നഷ്ടമാകുന്നത് എപ്പോൾ? ഉത്തരം ഞായർ, 2ാം ശനി, 4ാം ശനി കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും 2 ദിവസമാണ് അനുവദനീയമായ ലീവ് നൽകുക.
ഒരു മാസം മുകളിൽ പറഞ്ഞ ദിവസം ലീവ് കഴിച്ച് 2-ൽ കൂടുതൽ പൊതു അവധി വന്നാൽ, ഏതൊക്കെയാണ് പൊതു അവധി? ഹർത്താല്, സമരം, മറ്റ് തരത്തിലുള്ള ലീവുകൾ. ഈ 2 ലീവ് ലഭിക്കുന്നതല്ല. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ. അനുവദനീയ ലീവിന് മുകളിൽ എടുത്താൽ ഉണ്ടാകുന്ന ശമ്പളക്കുറവ് എങ്ങനെ? ഒരു മാസം അനുവദനീയ ലീവിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഞായർ, ശനിയാഴ്ച പൊതു അവധികൾ, അനുവദനീയ ലീവുകൾ ഒഴികെയുള്ള ലീവ് കഴിച്ച് തുടർന്ന് വരുന്ന ഒരു ലീവിന് ആകെ ശമ്പളത്തിന്റെ ആകെ പ്രവൃത്തി ദിവസം കൊണ്ട് ഭാഗിച്ച് അതിന്റെ ഒരു ഭാഗമാണ് ലീവിനായി ശമ്പളത്തിൽ കുറവ് വരുത്തുന്നത്. ഈ അനുവദനീയ ലീവിന് മുകളിൽ എടുത്താൽ ശമ്പളക്കുറവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, മൊത്ത ശമ്പളത്തിന്റെ ഈ അവധി ദിവസങ്ങളിൽ ഞായറാഴ്ച, ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ അങ്ങനെയുള്ള അനുവദനീയ ലീവിന് പുറമെ എടുത്താൽ ആകെ പ്രവൃത്തി ദിവസത്തെ എന്തുകൊണ്ട് ഭാഗിക്കുന്നു? എത്ര ലീവാണോ എടുത്തേ ആ ലീവ് കൊണ്ട് ഭാഗിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ലീവിനായി ശമ്പളത്തിൽ നിന്ന് കുറവ് വരുത്തുന്നത്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സൊസൈറ്റി ബ്രാഞ്ച് ലാഭത്തിലാണെന്ന് പറയുന്ന 3 സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത്, ഒരു ബ്രാഞ്ചിന്റെ ലാഭവും ചിലവും തുല്യമാകുന്ന അവസ്ഥ. ഒന്നാമത്തത്, ഒരു ബ്രാഞ്ചിന്റെ ലാഭവും ചിലവും തുല്യമാകുന്ന അവസ്ഥ. രണ്ടാമത്തത്, ഒരു ബ്രാഞ്ചിന്റെ ലാഭവും സൊസൈറ്റിയുടെ ക്ലാസും മാറുന്നതനുസരിച്ച്. മൂന്നാമത്തത്, ഒരു ബ്രാഞ്ചിന്റെ ചിലവിനേക്കാൾ കൂടുതൽ ലാഭം ലഭിക്കുന്ന അവസ്ഥ. ഈ 3 അവസ്ഥകളിലാണ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് ലാഭത്തിലാണെന്ന് പറയുന്നത്. അടുത്ത 67ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയിലേക്ക് സൊസൈറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അത് ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് തുകയുടെ അടിസ്ഥാനത്തിലാണ്. ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് തുകയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയിലേക്ക് സൊസൈറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നത്. അടുത്തത് 68ാമത്തെ ക്വസ്റ്റ്യൻ. സെക്ഷൻ ക്ലർക്ക് എന്നാൽ എന്ത്? ഉത്തരം, സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിലെ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനെയാണ് സെക്ഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഡി കാറ്റഗറി ബ്രാഞ്ചിലെ ജീവനക്കാരുടെ കാറ്റഗറിയുടെ പേരുകൾ മുൻഗണനാക്രമത്തിൽ. ആദ്യം ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ബ്രാഞ്ച് അക്കൗണ്ടന്റ്, ബ്രാഞ്ച് കാഷ്യർ, UD ക്ലർക്ക്, ക്ലർക്ക്, പിയൂണ്, സെക്യൂരിറ്റി, പാർട്ടൈസിപ്പ്. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബ്രാഞ്ചിന്റെ മേൽ ഓഫീസ് എന്ത്? ജില്ലാ ഓഫീസാണ് ഒരു ബ്രാഞ്ചിന്റെ മേൽ ഓഫീസ്. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലർക്കിന് പ്രൊമോഷൻ ലഭിക്കുന്ന കാറ്റഗറി. UD ക്ലർക്കായിട്ടാണ് ക്ലർക്കിന് പ്രൊമോഷൻ ലഭിക്കുന്നത്. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേര്. അമിത് ഷായാണ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേര്. ആൻസർ വാസവൻ. അടുത്ത് 74ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സഹകരണ സംഘത്തിന്റെ ആധികാരിക രേഖ ഏത്? ബൈലോ ആണ് ഒരു സഹകരണ സംഘത്തിന്റെ ആധികാരിക രേഖ എന്ന് പറയുന്നത്. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബ്രാഞ്ചിന് 250 മാർക്ക് കരിയർ ബുക്കിൽ ലഭിക്കണമെങ്കിൽ ഒരു മാസം എത്ര MDS തുടങ്ങണം? ആൻസർ, 4 MDS ഒരു മാസം തുടങ്ങിയാൽ 250 മാർക്ക് ലഭിക്കും. 4 MDS ഒരു മാസം തുടങ്ങിയാൽ ഒരു ബ്രാഞ്ചിന്റെ കരിയർ ബുക്കിൽ എത്ര മാർക്ക് ലഭിക്കും? 250 മാർക്ക് ലഭിക്കും. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ. ഡെയിലി കളക്ഷൻ വ്യവസ്ഥകൾ ഏതെല്ലാം? 5 എണ്ണം എഴുതുക. ഒന്നാമത്തത്, 100 രൂപയും അതിൻ്റെ കൂടെ നികുതി സൊസൈറ്റിയിൽ അടച്ച് B ക്ലാസ് മെമ്പർ ആകണം. ആയതിന് ഒരു ഫോട്ടോ, ആധാർ കാർഡ്, അപേക്ഷാ ഫോറം, പാൻ കാർഡ് എന്നിവ വേണം. രണ്ടാമത്തത്, കട അല്ലെങ്കിൽ കമ്പനി തുടങ്ങി ഡെയിലി വരുമാനമുള്ള സ്ഥാപനങ്ങളിലായിരിക്കും ഡെയിലി കളക്ഷൻ പദ്ധതിയുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താവ്. മൂന്നാമത്തത്, കളക്ഷൻ ഏജന്റ് ശുപാർശയിലാണ് അപേക്ഷ സ്വീകരിക്കൽ. മാനേജരാണ് തീരുമാനമെടുക്കുന്നത്. അടുത്ത 4ാമത്തത്, വായ്പ ലഭിക്കുന്നവർക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. 5ാമത്തത്, വായ്പ ലഭിക്കുന്നവർക്ക് സൊസൈറ്റിയുടെ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ അംഗമാകണം. എടുക്കുന്ന വായ്പയുടെ 3% കുറയാതെയുള്ള തുക റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങണം. ഇപ്പം വായ്പ എടുക്കുന്ന തുകയുടെ 3% കുറയാതെ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അതിൽ തുടങ്ങണം. ഈ ഡെയിലി കളക്ഷൻ വ്യവസ്ഥയിൽ തുടങ്ങണം.
അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് KYC? ഏതൊക്കെ ഇതിനാവശ്യമുണ്ടെന്നാണ്. ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, പാൻ കാർഡ്, ഫോട്ടോ, ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ എന്നിവ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയാണ് KYC എന്ന് പറയുന്നത്. KYC എന്നാൽ എന്താണ്? ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, പാൻ കാർഡ്, ഫോട്ടോ, ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ എന്നിവ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് KYC എന്ന് പറയുന്നത്. അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അംഗത്വം അല്ലെങ്കിൽ വായ്പ തുടങ്ങിയ ഏത് തരത്തിലുള്ള സേവനങ്ങൾക്കും KYC നിർബന്ധമാണ്. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് നിർബന്ധമാണ്. KYCയുടെ ഫുൾ ഫോം അറിയാലോ, നോ യുവർ കസ്റ്റമർ എന്നാണ്. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 50, 75, 100, 150 ദിവസ സ്കീമുകളിൽ ഒരു ദിവസത്തെ തിരിച്ചടവ് എത്ര? ഓരോ സ്കീമുകളിലും എത്ര രൂപ വീതമാണ് തിരിച്ചടയ്ക്കേണ്ടതെന്നാണ്. 50 ദിവസത്തെ സ്കീമാണെങ്കിൽ ഒരു ദിവസം 200 രൂപയും 75 ദിവസമാണെങ്കിൽ 135 രൂപയും വേണം. 100 ദിവസത്തെ സ്കീമാണെങ്കിൽ 100 രൂപയും 150 ദിവസമാണെങ്കിൽ 70 രൂപയാണ് ദിനംപ്രതി അടവ് തുക. അടുത്തത് 79ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ബ്രാഞ്ച് സ്റ്റാഫ് അക്കൗണ്ട് കമ്മീഷൻ? ശമ്പളത്തിന് പുറമെ ജീവനക്കാർ വഴി ബ്രാഞ്ചിന് നേരിട്ട് ലഭിക്കുന്ന കമ്മീഷൻ ബ്രാഞ്ച് ഡെപ്പോസിറ്റ് ഏജൻസി അക്കൗണ്ടിൽ വരുന്ന തുകയാണ് എന്താണ് ബ്രാഞ്ച് സ്റ്റാഫ് അക്കൗണ്ട് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് CMR? CRM എന്ന് വെച്ചാൽ CMR എന്നാൽ ജനമൈത്രി ഗ്രൂപ്പിലെ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരിയാണ്. അടുത്ത് 81ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു C ക്ലാസ് അംഗത്വത്തിന്റെ ഫീസ് എത്രയാണ്? 100 രൂപയും GSTയുമാണ് ഒരു C ക്ലാസ് അംഗത്വത്തിന്റെ ഫീസ്. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ, 5 കോടി രൂപ ഡെപ്പോസിറ്റും 4 കോടി രൂപ വായ്പയും നൽകുന്ന ബ്രാഞ്ച് ഏത് കാറ്റഗറിയിലായിരിക്കും? B കാറ്റഗറിയിലാണ്. 5 കോടി രൂപ ഡെപ്പോസിറ്റും 4 കോടി രൂപ വായ്പയും നൽകുമ്പോൾ ബ്രാഞ്ച് B കാറ്റഗറിയിലാണ്. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ, വായ്പയ്ക്കായി വസ്തു ഈട് സ്വീകരിക്കുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റുകൾ സ്വീകരിക്കണം? അതിൽ ആവശ്യമുള്ള റെക്കോർഡുകൾ എന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് പ്രമാണം, അത് ഒറിജിനൽ പ്രമാണം വേണം. പിന്നെ സ്ഥലത്തിന്റെ 15 വർഷത്തെ മുൻ പ്രമാണം വേണം, അതും ഒറിജിനൽ ആയിരിക്കണം. മൂന്നാമത്തത് കരമടച്ച രസീത്. നാലാമത്തത് വീട്ടുകരമടച്ച രസീത്. അടുത്തത് വീട്ടിന്റെ അംഗീകൃത പ്ലാന്. അഞ്ചാമത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ സ്ഥലത്തിന്റെ സ്കെച്ചും പ്ലാനും വേണം. അടുത്തത് അഫിഡവിറ്റ്, നോട്ടറി അറ്റസ്റ്റ് ചെയ്ത അഫിഡവിറ്റ് വേണം. അത് ഏതിലാണ്? 100 രൂപ പത്രത്തിലായിരിക്കണം. 100 രൂപ പത്രത്തിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത അഫിഡവിറ്റ് വേണം. അടുത്തത് വോട്ടേഴ്സ് ID കോപ്പി വേണം. ഫോട്ടോ, പ്രമാണത്തിന്റെ ഉടമയുടെ ഫോട്ടോയാണ് ആവശ്യമുള്ളത്. പിന്നെ തിരിച്ചടയ്ക്കാനുള്ള വരുമാനത്തിന്റെ സ്രോതസ്സിന്റെ വിവരണം, എങ്ങനെയാണ് ഈ പൈസ തിരിച്ചടയ്ക്കുന്നത്, ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ എവിടെ നിന്നാണ് നമുക്ക് ഈ വരുമാനം കിട്ടുന്നത് എന്ന് 100 രൂപ മുദ്രപത്രത്തിൽ കൊടുക്കണം. അടുത്തത് കൈയവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, തണ്ടപ്പേര് കണക്ക്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനി വ്യവസ്ഥ, കരാർ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇത്രയും ഡോക്യുമെന്റ് കൊടുക്കണം ഏതിനാണ്? ഒരു വായ്പയ്ക്കാണെങ്കിൽ. അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാഞ്ച് ഹാജർ രീതികൾ ഏതൊക്കെയാണ്? ബ്രാഞ്ചിന്റെ ഹാജർ രീതികൾ എങ്ങനെയൊക്കെയാണെന്നാണ്. ജീവനക്കാർ കൃത്യമായി ഓഫീസിലെത്തി എന്ന് മനസ്സിലാക്കുന്നതിന് ഇലക്ട്രോണിക് അറ്റൻഡൻസ് വച്ചിട്ടുണ്ട്. ആയതിനാൽ എല്ലാ ജീവനക്കാർ വരുമ്പോഴും ഓഫീസിൽ നിന്ന് പോകുമ്പോഴും അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. അതോടൊപ്പം താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തെ, രാവിലെ ഓഫീസിൽ വരുമ്പോൾ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയാൽ ഉടനെ തന്നെ അതാത് ബ്രാഞ്ച് ഗ്രൂപ്പിൽ റീച്ച്ഡ് എന്ന് സ്വന്തം മൊബൈലിൽ നിന്നോ ബ്രാഞ്ച് മൊബൈലിൽ നിന്നോ വാട്സപ്പ് ഇടണം. ഹാജർ രേഖപ്പെടുത്തി 5 മിനിറ്റിനകം അത് ചെയ്തിരിക്കണം. ഈ വാട്സപ്പ് സമയവും ഹാജറും മാച്ച് ചെയ്ത് നോക്കുന്നതിനാണ്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എന്താണ്, ഇപ്പം ഒരാൾ ഓഫീസിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു സ്റ്റാഫ് ഓഫീസിലെത്തി കഴിഞ്ഞാൽ അതിൽ എന്തോന്ന് ഇലക്ട്രോണിക് അറ്റൻഡൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓഫീസിലെ ഫോണിലോ അല്ലെങ്കിൽ സ്വന്തം ഫോണിലോ റീച്ച്ഡ് എന്ന് വാട്സപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഈ വന്ന സമയവും അത് 5 മിനിറ്റിനകത്ത് തന്നെ ഹാജർ രേഖപ്പെടുത്തിയിട്ട് 5 മിനിറ്റിനകത്ത് തന്നെ വാട്സപ്പിൽ ഇടുകയും വേണം. എന്നാൽ മാത്രമേ ഈ രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏത് സമയത്താണ് എത്തിയെന്ന്. അടുത്ത് രണ്ടാമത്തത്, വൈകുന്നേരം ഓഫീസ് വിട്ട് പോകുമ്പോൾ ഹാജർ രേഖപ്പെടുത്തുകയും വീട്ടിലെത്തിയാൽ ഹൗസ് റീച്ച്ഡ് എന്ന് വാട്സപ്പ് ഇടണം.
അടുത്ത 85ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്? വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ വിവരങ്ങളാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ, ജീവനക്കാരുടെ ജോലി പ്രവേശനം എങ്ങനെ? ജോലിക്കായി തിരഞ്ഞെടുക്കുന്ന ജീവനക്കാർ അവർക്ക് നിയമനം ലഭിച്ച കാറ്റഗറിയിലേക്ക് ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് താഴെ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കണം. ഹെഡ് ഓഫീസിൽ നിന്ന് ഏത് കാറ്റഗറി ഓഫീസിലേക്കാണോ നിയമിക്കുന്നത് ആ വിവരം പോസ്റ്റിംഗ് ഓർഡറിന്റെ കോപ്പിയും തിരഞ്ഞെടുത്ത ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ രക്ഷകർത്തുക്കളുമായി എത്തി ആ കാറ്റഗറി ഓഫീസിന്റെ മേലധികാരിക്ക് നൽകണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാരന് ലഭിച്ച പോസ്റ്റിംഗ് ഓർഡറിന്റെ ഒറിജിനൽ കോപ്പി അതാത് കാറ്റഗറി ഓഫീസിലെ മേലധികാരിക്ക് നൽകി ജോയിനിങ് ലിസ്റ്റിൽ ഒപ്പിടേണ്ടതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ മേലധികാരി സ്വീകരിക്കും. അടുത്തത്, ജീവനക്കാരന്റെ പോസ്റ്റിംഗ് ഓർഡർ വാങ്ങുന്ന മേലധികാരി ജോയിനിങ് ബുക്കിൽ വിവരങ്ങൾ ചേർത്ത് ഒപ്പിടിയിക്കുകയും ഈ ജീവനക്കാരന് ഇരിപ്പിടം നൽകേണ്ടതുമാണ്. ജീവനക്കാരന്റെ പേര് അറ്റൻഡൻസ് രജിസ്റ്ററിൽ എഴുതി ചേർക്കേണ്ടതും ഇലക്ട്രോണിക്സ് അറ്റൻഡൻസിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ചുമതലയും മേലധികാരിക്കാണ്. ബൈല പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ജീവനക്കാരന് നൽകുകയും ആയതിലെ കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യമായി എന്ന് എഴുതി വാങ്ങുകയും ബൈലയുടെ ഓരോ പേജിലും ഒപ്പിട്ട് വാങ്ങേണ്ടതുമാണ്. ബൈലയിൽ പറയുന്ന കാര്യങ്ങളിൽ സംശയം തോന്നുന്ന ജീവനക്കാർക്ക് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വിശദീകരണം നൽകേണ്ട ചുമതല മേലധികാരിക്കാണ്. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ, സൊസൈറ്റിയിൽ നിന്ന് ഏത് തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാക്കാനുള്ള ആദ്യ നടപടി ഏത്? പ്രാഥമിക അംഗത്വം എടുക്കുകയാണ്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ലയബിലിറ്റി ആനുകൂല്യം? വായ്പ തിരിച്ചടവ് കാലയളവിൽ അപേക്ഷകൻ മരണമടഞ്ഞാൽ ഈ തീയതി മുതൽ കുടിശ്ശിക ഇല്ലാത്തവരുടെ വായ്പ തുക എഴുതിത്തള്ളുന്നതിനെയാണ് ലയബിലിറ്റി ആനുകൂല്യം എന്ന് പറയുന്നത്. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ, MDSൽ ഒരു മാസം 10,000 രൂപയുടെ ഒരു അംഗത്വത്തെ ചേർത്താൽ ആ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരിക്ക് കരിയർ ബുക്കിൽ എത്ര മാർക്ക് ലഭിക്കും? 5 മാർക്കാണ് കിട്ടുന്നത്. ഒരു MDSൽ ഒരു മാസം 10,000 രൂപയുടെ ഒരു അംഗത്വത്തെ ചേർത്താൽ ആ ചേർക്കുന്ന ജീവനക്കാരല്ലേ ജീവനക്കാരിക്ക് 5 മാർക്ക് കിട്ടും. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് കോയിൻ ബോക്സ് റീഡർ? ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പരിധിയിലുള്ള കടകൾ, വീടുകൾ, മറ്റിതര സ്ഥാപനങ്ങൾ ഇരിക്കുന്ന നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന സമ്പാദ്യ സ്കീമാണ് കോയിൻ ബോക്സ്. ഇത് സ്ഥാപിക്കുന്ന വീടുകൾ നാണയങ്ങൾ ഈ ബോക്സിൽ നിക്ഷേപിക്കുകയും ആയത് കോയിൻ ബോക്സ് നിക്ഷേപത്തിലേക്കാണ് ആഴ്ചയിലൊരിക്കൽ കളക്ട് ചെയ്യുകയും വരവ് വയ്ക്കുകയും ചെയ്യുന്ന ജീവനക്കാരനാണ് കോയിൻസ് ബോക്സ് റീഡർ. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലാഭവിഹിത ഡെപ്പോസിറ്റ്? സൊസൈറ്റിക്ക് സ്ഥിരമായി നിക്ഷേപം നടത്തുവാൻ താല്പര്യമുള്ളതും 1 വർഷത്തിൽ കൂടുതൽ സ്ഥിര നിക്ഷേപം നടത്തുന്ന ഫൈനാൻഷ്യൽ, വ്യവസായ, സർവീസ്, സേവന സ്ഥാപനങ്ങളിൽ നിന്നും ഷെയർ ലാഭവിഹിത പലിശ ഇനത്തിൽ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ അനുവാദത്തോടുകൂടി പ്രത്യേകം കരാർ തയ്യാറാക്കി ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുന്ന വായ്പയിലൂടെ നൽകി ആ തുകയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ 15 മുതൽ പരമാവധി 50% വരെ വ്യവസ്ഥകൾ വച്ച് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതാണ് ലാഭവിഹിത ഡെപ്പോസിറ്റ്. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ശമ്പളക്കാരന്റെ പങ്കാളിത്ത പെൻഷനിലേക്ക് ശമ്പളത്തിന്റെ എത്ര ശതമാനം തുകയാണ് പിടിക്കുക? ശമ്പളത്തിന്റെ 10% തുകയാണ് പങ്കാളിത്ത പെൻഷനിലേക്ക് പിടിക്കുന്നത്. അടുത്ത 93ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജീവനക്കാരനെ ജോലി ഉറപ്പിലേക്കായി ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് എത്ര കാലാവധിക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ആയതിലേക്ക് ലഭിക്കുന്ന വാർഷിക പലിശ എത്ര ശതമാനം? എത്ര തരത്തിൽ പലിശ വാങ്ങാൻ കഴിയും? അത് എത്ര കാലം കഴിഞ്ഞ് തിരികെ എടുക്കാം? ഇടയ്ക്ക് വെച്ച് ഡെപ്പോസിറ്റ് പിൻവലിച്ചാൽ പലിശയിൽ എന്ത് സംഭവിക്കും? എൻ്റെ ഉത്തരം 72 മാസത്തേക്കാണ് ജോലി ഉറപ്പിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പലിശ എന്ന് പറയുന്നത് 6.5% പലിശ കിട്ടും. 72 മാസത്തെ ഡബ്ലിംഗ് സ്കീമിലൂടെ പ്രതിമാസം 6.5% പലിശക്രമത്തിലും 3 വർഷം കഴിഞ്ഞ് തിരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പം അതിന് മുന്നേ എടുത്ത എന്ത് ചെയ്യും? അതിൻ്റെ എടുത്ത പലിശ നഷ്ടപ്പെടും. അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ, സഹകരണ മേഖലയിലുള്ള പെൻഷൻ പ്രായം, ഇപ്പോഴത്തെ പെൻഷൻ പ്രായം എത്ര? 58 വയസ്സാണ്. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ,
ബ്രാഞ്ച് മീറ്റിംഗ് ഏതൊക്കെ ദിവസം എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെ? എല്ലാ മാസവുമാണ് ഈ ബ്രാഞ്ച് മീറ്റിംഗ് നടത്തുന്നത്. മൂന്നാം ശനിയാഴ്ച 2 മണിക്ക് ബ്രാഞ്ച് തലത്തിൽ മീറ്റിംഗോടുകൂടി ബ്രാഞ്ചിലെ അനുവദിച്ച വായ്പ, പാസ്സേക്കേണ്ട വായ്പ, ലോൺ തിരിച്ചടവ്, പരാതികൾ, പരിഹാരങ്ങൾ, കരിയർ ബുക്ക് എൻട്രി, മുന്നറിയിപ്പുകൾ, മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് യുക്തമായ തീരുമാനമെടുക്കണം. അത്യാവശ്യ ഘട്ടങ്ങൾ 2-4 ശനിയാഴ്ചകളിലും ഓഫീസ് വർക്ക് ചെയ്ത് തീർക്കണം. ഈ ദിവസങ്ങൾ കമ്മിറ്റികൾ ആവശ്യമായി വന്നാൽ ആയത് നടപ്പിലാക്കണം. എന്താണ് ബ്രാഞ്ച് മീറ്റിംഗ് എടുക്കേണ്ടത്? ബ്രാഞ്ച് മീറ്റിംഗ് എല്ലാ മാസവും നടത്തുന്നു. 1-3 ശനിയാഴ്ച 2 മണിക്കാണ് ബ്രാഞ്ച് മീറ്റിംഗ് ആരംഭിക്കുന്നത്. ഇപ്പൊ എല്ലാ മാസമാണ് ബ്രാഞ്ച് മീറ്റിംഗിന്റെ എന്താണ് എല്ലാ മാസവും ഉണ്ട്. അത് നടത്തുന്നത് എപ്പോഴാണ്? ഒന്നാ അല്ലെങ്കിൽ 3ാമത്തെ ശനിയാഴ്ച ആയിരിക്കും. അത് 2 മണിക്കാണ് ആരംഭിക്കുന്നത്. ആ മീറ്റിംഗിൽ പാസ്സാക്കുന്നതെന്ന് വെച്ചാൽ ബ്രാഞ്ചിന് അനുവദിച്ച വായ്പ, പാസ്സാക്കേണ്ട വായ്പ, ലോൺ തിരിച്ചടവ്, പരാതികൾ, പരിഹാരങ്ങൾ, കരിയർ ബുക്ക് എൻട്രി, മുന്നറിയിപ്പുകൾ, മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് യുക്തമായ തീരുമാനമെടുക്കും. അത്യാവശ്യമെങ്കിൽ 2-4 ശനിയാഴ്ചകളിലും ഓഫീസ് വർക്ക് ചെയ്ത് തീർക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ദിവസങ്ങൾ കമ്മിറ്റി ആവശ്യമായി വന്നാൽ ആയത് നടപ്പിലാക്കുകയും ചെയ്യും. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാൾ ഡെയിലി കളക്ഷൻ എടുത്തിട്ട് തവണ തുക കുടിശ്ശിക വരുത്തിയാൽ 100 രൂപയ്ക്ക് ഒരു ദിവസം എത്ര രൂപയാണ് ഫൈൻ? ഇപ്പം ഒരു ഡെയിലി കളക്ഷൻ എടുത്തിട്ട് അതിൽ തുക കുടിശ്ശിക വരുത്തിയാൽ ഒരു ദിവസം 100 രൂപയ്ക്ക് എത്ര രൂപ വെച്ചാണ് ഫൈൻ കൊടുക്കേണ്ടതാണ്? 100 രൂപയ്ക്ക് 5 രൂപയാണ് ഫൈൻ. MDSന്റെ ഫോർമാൻ കമ്മീഷൻ എത്ര ശതമാനം? 5%. MDSന്റെ ഫോർമാൻ കമ്മീഷൻ 5%. 1,00,000 രൂപ ഒരു വർഷ കാലാവധിയിൽ നൽകിയാൽ ഒരു ദിവസ തിരിച്ചടവ് എത്ര ദിവസമാണ്? ഇപ്പോൾ 1,00,000 രൂപ ഒരു വർഷ കാലാവധിയിൽ നൽകിയാൽ ദിവസവും 400 രൂപ കൊടുക്കണം. അതിന്റെ പ്രവൃത്തി ദിവസം എന്ന് പറയുന്നത് 250 പ്രവൃത്തി ദിവസമാണ്. 250 പ്രവൃത്തി ദിവസങ്ങൾ ദിവസവും 400 രൂപ വെച്ച് നൽകണം. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ജീവനക്കാരന്റെ പ്രൊമോഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? പ്രൊമോഷൻ കരിയർ ബുക്കിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജീവനക്കാരന്റെ പ്രൊമോഷൻ കണക്കാക്കുന്നത്. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബ്രാഞ്ചിന്റെ കാറ്റഗറി വേഗത്തിൽ മാറുന്നത് ആരുടെയൊക്കെ സഹായം വേണം? ബ്രാഞ്ചിലെ മുഴുവൻ ജീവനക്കാരുടെയും അതുവഴി അവരുടെ അഭ്യുദയകാംക്ഷികളുടെയും, കളക്ഷൻ ഏജന്റുമാർ, കിയോസ്കുകൾ, നോമിനേറ്റഡ് പാർട്ണർമാർ, ഏജൻസികൾ, കോയിൻ ബോക്സ് റീഡർമാർ, സൊസൈറ്റിയിൽ നിന്ന് വിവിധ സഹായങ്ങൾ കൈപ്പറ്റുന്നവരുടെ ശുപാർശ പ്രകാരം പ്രവർത്തിക്കുക വഴി ഒരു ബ്രാഞ്ചിന്റെ കാറ്റഗറി വേഗത്തിൽ മാറ്റുവാൻ കഴിയും.